പേരാമ്പ്ര സംഘർഷത്തിനു പിന്നാലെ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് കാണിച്ച് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടപടിക്ക് ശുപാർശ തേടിയിരിക്കുകയാണ് CI അഭിലാഷ് ഡേവിഡ്. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷാഫി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഷാഫി പറമ്പിൽ നൽകിയ പരാതിയിൽ അന്വേഷണമില്ല. ഇപ്പോൾ നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. സാർ, നമ്മളെ പേരാമ്പ്രയില് നമ്മുടെ ഷാഫി പറമ്പിൽ ഇവിടുത്തെ അഭിലാഷ് ഡേവിഡ് CIക്കെതിരെ ഒരു പരാതി DGPക്ക് കൊടുത്തിരുന്നു. അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും അന്വേഷണത്തിനുള്ള ഒരു തീരുമാനമുണ്ടോ സാറേ? നമ്മൾ ഇതുവരെ അങ്ങനത്തെ പരാതി ഞങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ല സാറിന്. അവർ DGPക്ക് പരാതി കൊടുത്തെന്നാ പറഞ്ഞിരുന്നത്. അപ്പോ സാറിന് അത് ഫോർവേഡ് ചെയ്തിട്ടില്ല. പരാതി ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇത് അന്വേഷിക്കേണ്ടതാണെന്നുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല അല്ലെ? അല്ല, അത് അന്വേഷിക്കണം, വേണ്ടത് അങ്ങനെ നിർദ്ദേശം കൊടുക്കൂല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഇത് നമ്മൾ കിട്ടിയിട്ടില്ല, പരാതിയെ കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ. രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കാൻ നാളെ വടകരയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഇപ്പോൾ ഷാഫിക്കെതിരെ നടപടിക്ക് ശുപാർശ തേടിപ്പോയിരിക്കുകയാണ് അഭിലാഷ് ഡേവിഡ്. അതിന് അംഗീകാരം കിട്ടിയാൽ തന്നെ അപമാനിച്ചു എന്ന് കാട്ടി അഭിലാഷ് ഡേവിഡിന് കോടതിയിൽ പോകാൻ സാധിക്കും. എന്നാൽ ഷാഫി പറമ്പിൽ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയിൽ നടപടിയായിട്ടില്ല എന്നറിയുന്നു. VS രഞ്ജിത്ത്, എന്താണ് നടപടികൾ ഉണ്ടാകാത്തത്? ഡോക്ടർ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, CI അഭിലാഷ് ഡേവിഡ്, വടകര കൺട്രോളും CI ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്ന് വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു. ആരോപണം മാത്രമായിരുന്നില്ല, ഒരു വീഡിയോ പുറത്തുവിട്ട് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ടിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു, ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അതോടൊപ്പം നേരത്തെ അഭിലാഷ് ഡേവിഡിന് സസ്പെൻഷൻ നടപടി എടുത്തിരുന്നു, പുറത്താക്കപ്പെട്ടിരുന്നു. അതിന് CPM ഇടപെട്ട് അഭിലാഷ് ഡേവിഡിനെ തിരിച്ചെടുത്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഷാഫി വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ ഷാഫി നടത്തിയ ഈ വാർത്താ സമ്മേളനമോ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതിയിലോ അഭിലാഷ് ഡേവിഡിനെതിരെ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. അഭിലാഷ് ഡേവിഡിനെതിരെ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉത്തരമേഖല IG യതീഷ് ചന്ദ്ര നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ അപമാനിച്ചു എന്ന് കാണിച്ച് വാർത്താ സമ്മേളനം നടത്തി തന്റെ പേര് അനാവശ്യമായി വലിച്ചെടുത്ത് തന്നെ അപമാനിച്ചു എന്ന് കാണിച്ച് ആ അപമാനിച്ച MPക്കെതിരെ നടപടി സ്വീകരിക്കാൻ അനുമതി തേടിക്കൊണ്ട് അഭിലാഷ് ഡേവിഡ് ഇവിടുത്തെ റൂറൽ SPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി റൂറൽ SP DGPക്ക് കൈമാറിയിട്ടുണ്ട്. DGP അനുമതി നൽകിയാൽ വടകര CI ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡിന് ഷാഫി പറമ്പിലിനെതിരെ മാനനഷ്ടത്തിനുൾപ്പെടെ പരാതിയും കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ MP ശ്രമിച്ചു എന്നാണ് CI അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി. അതിനുള്ള അനുവാദം തരണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം തരണമെന്നാണ് CI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.